നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയെ മുറിക്കാതെ കാണാനില്ലല്ലോ. പിന്നെ എവിടെ പോയി? വാ. കാണുന്നില്ലേ? ഇല്ല, അവളൊന്നും കാണുന്നില്ല. പിന്നെ ഇവളിത് എവിടെ പോയി? ഇനി വല്യേട്ടനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോയോ? ജഗദീഷ് ചേട്ടാ, അമ്മയില്ലേ ഇതേ വരുന്നത്? രാജലക്ഷ്മി ഇത് എവിടെ പോയിരുന്നു? ഞങ്ങളൊക്കെ അങ്ങ് ഭയന്നുപോയി. എന്താ, ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് എല്ലാരും കരുതിയോ? അങ്ങനെയൊന്നും രാജലക്ഷ്മി മരിക്കില്ല. കനുവിനെ കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. മനസാക്ഷി വേണമെന്നും എല്ലാവരോടും ഉപദേശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അതൊന്നും ഇവിടെ പ്രവൃത്തിയിൽ കാണാനില്ല. എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതം. ൂൽപ്പാലത്തിലെ എന്റെ വലിയേട്ടൻ അമ്മ പ്രസവിച്ചാടുന്നാണ് എന്റെ ധാരണ. എന്താടാ, കളിയാക്കുകയാണോ? കാര്യം പറഞ്ഞതാ. ഇതുവരെ അമ്മയുടെ മുഖത്ത് നോക്കിയൊരു ധിക്കാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയേണ്ടി വന്നു. ക്ഷമിച്ചേക്ക്. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്കൊരു സങ്കടവുമില്ല രാജലക്ഷ്മി? അവൻ നിന്റെ മകൻ തന്നെയല്ലേ? അവനില്ലാത്ത ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അവനില്ലാതെ 19 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? ഇനി അങ്ങനെ തന്നെ ജീവിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.